Hello friends, ബ്രോമലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറഞ്ഞാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് എങ്ങനെ ഞാൻ ഏകദേശം ഒരു 7,000 rupeesന് മേലെ വിത്തിൻ 2 days എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ട്രിക്കാണ്, എല്ലാവർക്കും ഈ ഒരു ട്രിക്ക് യൂസ്ഫുൾ ആവും. ഈ ഒരു ക്രിപ്റ്റോ ഫീൽഡിൽ പുതിയതായിട്ട് വരുന്ന എല്ലാ ബിഗിനേഴ്സിനും ഈ ഒരു ട്രിക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആവും, നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ ഈ ഒരു ട്രിക്കിൽ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു 1 month 2 month മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടോപ്പ് 10 കറൻസീസ് നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റ് ഡിപ്പിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ക്രിപ്റ്റോസ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്രിപ്റ്റോസ് വാങ്ങിച്ച എല്ലാവർക്കും ഈ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയ പോലെ തന്നെ പ്രോഫിറ്റ് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സിഗ്നൽസിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കാണ്ടിരുന്നിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ഈ ഒരു ആൾക്കാർക്കൊക്കെ ഈ ഒരു സിഗ്നൽസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്, അപ്പോൾ എന്താണ് അവരുടെ ആ ഒരു പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ, അത് നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറേ ട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് അനാലിസിസ്, ചാർട്ട് അനാലിസിസ് കൊണ്ട് കുറേ അനാലിസിസ് ഉണ്ട്. ഈ ഒരു അനാലിസിസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ വാലറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 ദിവസത്തിൽ ഞാൻ 7,000 rupees ഉണ്ടാക്കി പറഞ്ഞു. അത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ PNL എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 7 days നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് 7 days എൻ്റെ പ്രോഫിറ്റ് പറയുന്നത് ഏകദേശം 12,582 രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 days അല്ലെങ്കിൽ 3 days എൻ്റെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഫസ്റ്റ് 3-ാമത്തെ ദിവസത്തിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 4,260 പിന്നെ ഇന്നലെ 350 രൂപ പ്രോഫിറ്റ്, പിന്നെ ഇന്ന് 3,311. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഏകദേശം 7,700 rupees വരുന്നുണ്ട് വിത്തിൻ 2 days അല്ലെങ്കിൽ വിത്തിൻ 3 days പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ഒക്കെ എങ്ങനെ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രീവിയസ് ആയിട്ട് നമ്മൾ ഇട്ട വീഡിയോസിൻ്റെ 10 കോയിൻസും എനിക്ക് പറ്റുന്ന എമൗണ്ടിൽ ചെറിയൊരു എമൗണ്ടിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ബാക്കി കുറച്ച് പ്രോഫിറ്റ് എങ്ങനെ കിട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽസ് തന്നെയാണ്. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്ന സിഗ്നൽസ് നിങ്ങൾക്ക് ഇട്ട് തരുന്ന ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ഞാനും പർച്ചേസ് ചെയ്യാറുള്ളത്. ചെറിയൊരു എമൗണ്ട് മാക്സിമം പോയ ഒരു $10 അല്ലെങ്കിൽ $20 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു $25 അല്ലെങ്കിൽ $26 ഒരു $6 നമുക്ക് പ്രോഫിറ്റ് കിട്ടി നമ്മൾ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ സെയിം പ്രൊസീജിയർ നിങ്ങൾക്ക് ഇടുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മളും ആ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്കും സിമ്പിളായിട്ട് കിട്ടാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു സിഗ്നൽസ് ഇപ്പോൾ എല്ലാ ടൈമിലും സിഗ്നൽസ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു അനാലിസിസ്, ഒരു ചാർട്ട് നോക്കി നിങ്ങൾക്ക് എങ്ങനെ സിഗ്നൽസ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അതിന് വേണ്ടി നമ്മൾ ടെലിഗ്രാം ചാനൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് നോക്കാം. എൻ്റെ സേവ്ഡ് മെസ്സേജസ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ബിനാൻസുകാർ ഈ പുതിയതായിട്ട് ക്രിപ്റ്റോ കറൻസിയിൽ വരുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫൊന്നും ശരിക്കും പറഞ്ഞാൽ റീഡ് ചെയ്യാനൊന്നും അറിയില്ല നമ്മൾ പുതിയതായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് അവർ 12 ചാർട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 12 ചാർട്ടിലുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്പെസിഫിക് പാറ്റേൺ നിങ്ങൾക്ക് അനലൈസ് ചെയ്തിട്ട് ആ ഒരു കറണ്ട് ക്രിപ്റ്റോ കറൻസി ഇനിയിപ്പോൾ ഹൈപ്പിക്കാണോ പോകുന്നത് അല്ലെങ്കിൽ ഡിപ്പിലോട്ടിക്കാണോ പോകുന്നത് നമുക്ക് കറക്റ്റായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് ഏകദേശം ഒരു 99% കറക്റ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് അനാലിസിസ് നോക്കി നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബിനാൻസിൻ്റെ അവരായിട്ടുള്ള ഒഫീഷ്യലായിട്ട് ഇട്ട ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 12 ക്ലാസിക് ചാർട്ട് പാറ്റേൺസ് ആണ്, 60 സെക്കൻഡിൽ അവർ പറഞ്ഞു തരും. ഓക്കെ, ഇനിയിപ്പോൾ ഫസ്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വന്നിട്ടുള്ളത്. ഒരു ചാർട്ടൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ബിനാൻസ് അല്ലെങ്കിൽ വാസറെക്സ് അങ്ങനത്തെ എക്സ്ചേഞ്ചസ് ഏതെങ്കിലും എടുത്തിട്ട് ചാർട്ട് എടുക്കുക, ചാർട്ട് സെക്ഷൻ എടുത്തിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഗ്രാഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഗ്രാഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. നിങ്ങൾ 1 മണിക്കൂറിൻ്റെ സെലക്ട് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു കറക്റ്റ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം നിങ്ങൾ 4 മണിക്കൂറിൻ്റെ പാറ്റേൺ എടുക്കുക. ഇപ്പോൾ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് നമ്മുടെ ഫസ്റ്റ് പാറ്റേൺ. അതിൽ നിങ്ങൾക്ക് നോക്കാം 4 hours ഗ്രാഫാണ് വെച്ചോ. ഓക്കെ, ഇതൊരു 4 hours ഗ്രാഫാണ് നിങ്ങൾ വിചാരിക്കുക. ഒരു ഫസ്റ്റ് ഒരു ചെറിയൊരു ഹൈപ്പ് ആൻഡ് ഡിപ്പ് വന്നു, പിന്നെ ഒരു വലിയൊരു ഹൈപ്പ് ആൻഡ് ഡിപ്പ് വന്നു, പിന്നെ ഒരു ചെറിയൊരു ഹൈപ്പ് ആൻഡ് ഡിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു കോയിൻ ഇനി ഡിപ്പിലോട്ടിക്കാണ് പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, അപ്പോൾ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡിപ്പ് വന്നു, ഒരു ഹൈപ്പ് വന്നു, പിന്നെ ഒരു വലിയൊരു ഡിപ്പ് വന്നു, ഒരു ഹൈപ്പ് വന്നു, പിന്നെ ഒരു ചെറിയൊരു ഡിപ്പ് വന്നിട്ട് ഒരു ഹൈപ്പ് വരികയാണെങ്കിൽ, ഓക്കെ, ഒരു ഹൈപ്പ് വരികയാണെങ്കിൽ നല്ലൊരു പമ്പിങ് ആയിരിക്കും ആ ഒരു കോയിൻ നമുക്ക് തരിക. അടുത്ത നമ്മുടെ തേർഡ് പാറ്റേൺ നമ്മുടെ ഡബിൾ ടോപ്പ് ആണ്. ഡബിൾ ടോപ്പ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ നിങ്ങൾക്കൊരു പമ്പിങ്ങും ഒരു ഡിപ്പിങ്ങും വന്നു, പിന്നെ ഒരു പമ്പിങ്ങും ഒരു ഡിപ്പിങ്ങും വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ അല്ലെങ്കിൽ ആ ഒരു കോയിൻ മേജറായിട്ട് ഒരു ഡിപ്പിങ്ങിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, നാലാമത്തെ ഒരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിൻ നല്ലൊരു ഡിപ്പിലോട്ടേക്ക് വന്നു. ഓക്കെ, ഫസ്റ്റ് നല്ലൊരു ഡിപ്പായി, പിന്നെ ഒരു 2 ചെറിയൊരു
പമ്പിങ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ നല്ലൊരു ഹ്യൂജ് പമ്പിങ്ങിലോട്ടേക്ക് പോകും. അടുത്ത നമ്മുടെ ബുൾ ഫ്ലാഗ് ആണ്. ഫ്ലാഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 4 അവേഴ്സിൻ്റെ ഒരു ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് എടുത്തിട്ട് നിങ്ങൾ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും അതിൽ തന്നെ നമുക്ക് ഏകദേശം കാണിക്കും. സപ്പോർട്ടും റെസിസ്റ്റൻസും ഉണ്ടാവും. ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൽ ഇങ്ങനെ തട്ടി കളിച്ചിട്ട് ലാസ്റ്റ് ഒരു 3 പമ്പിങ്ങും ഒരു 3 ഡിപ്പിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺ എന്തായാലും മാക്സിമം ഒരു പമ്പിങ്ങിലോട്ടേക്കായിരിക്കും പോവുക എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബുൾ ഫ്ലാഗിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കാം. ആ ഒരു ടോക്കൺ പമ്പായി വന്ന സമയത്താണ് ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ തട്ടിക്കഴിഞ്ഞിട്ട് നേരെ ഒരു ഹ്യൂജ് പമ്പിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് അടുത്തത് വരാൻ പോകുന്നത്. ബുൾ ഫ്ലാഗിൽ കണ്ടത് ഏറ്റവും താഴത്തുനിന്ന് ഓക്കെ ഈ ഒരു കോയിൻ പമ്പായി വരുമായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ബിയർ ഫ്ലാഗാണ് കാണാൻ പോകുന്നത്. ബിയർ ഫ്ലാഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോയിൻ നമുക്ക് ഏറ്റവും താഴത്തോട്ടേക്കാണ് വരുന്നത്. അതായത് ഡിപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും തട്ടിക്കളിച്ചിട്ട് നേരെ ആ ഒരു കോയിൻ എന്തായാലും ഡിപ്പാകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, അടുത്ത നമ്മുടെ സിമ്മട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ഇവിടെ നമുക്ക് നോക്കാം സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടെ കോയിൻസൈഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ ഏകദേശം പമ്പിങ്ങിലോട്ടേക്കാണ് വരുന്നത്. പമ്പിങ്ങിൽ വന്നിട്ട് ആ ഒരു റെസിസ്റ്റൻസിലും സപ്പോർട്ടിലും തട്ടിയിട്ട് നല്ലൊരു പമ്പിങ് ആയിരിക്കും അടുത്ത് തരാൻ പോകുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. അസെൻഡിങ് ട്രയാങ്കിൾ നമ്മൾ അപ്പോഴേ കണ്ടത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഏകദേശം ഈ ഒരു പൊസിഷനിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഏകദേശം ഈ ഒരു പൊസിഷനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ രണ്ട് ടോക്കണും എങ്ങനെയാണ് പറഞ്ഞാൽ പമ്പിങ്ങിലാണ് വരുന്നത്. പമ്പിങ്ങിൽ വന്നിട്ട് ഈ ഒരു ടോക്കണും ബുള്ളാകാനാണ് ചാൻസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഈ ഒരു ടോക്കണും അങ്ങനെ പമ്പായിരിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ട രണ്ട് ഗ്രാഫിൻ്റെയും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഡിസെൻഡിങ് ട്രയാങ്കിൾ. ഡിസെൻഡിങ് ട്രയാങ്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്കൺ ഇപ്പോൾ ഡിപ്പിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കാം ഡിപ്പിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഇവിടെ ഉണ്ട്. ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും തട്ടി ഏറ്റവും ലാസ്റ്റ് എന്താണ് ആകാൻ പോകുന്നത് പറഞ്ഞാൽ ആ ഒരു ടോക്കൺ നല്ല രീതിക്ക് ഡിപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ടോക്കൺ ഇങ്ങനെ പമ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പമ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾ ടൈം ഹൈയിലെത്തി. ടോക്കൺ ഓൾ ടൈം ഹൈയിലെത്തിയിട്ട് നല്ല രീതിക്ക് ഒരു ഡിപ്പ് വന്നു. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഡിപ്പ് വന്നു. അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കും ഓക്കെ ഇവിടെ പർച്ചേസ് ചെയ്യാം കാരണം ഇവിടെ ഒരു നല്ലൊരു ഡിപ്പാണ്. പക്ഷേ അടുത്ത ടോക്കൺ എന്താണ് പറഞ്ഞാൽ ഇവിടെ ഒരു പമ്പിങ് കയറി, പിന്നെ ഒരു ഡിപ്പിംഗ് വന്നു, പിന്നെ ഒരു പമ്പിങ് കയറി, പിന്നെ ഒരു ഡിപ്പിംഗ് വന്നു. ലാസ്റ്റ് ഈ ഒരു ടോക്കൺ എന്താണ് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഡിപ്പാകാനാണ് ചാൻസ്. ഇപ്പം ഞാൻ വരച്ച അതേ സെയിം ഫിഗറല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു ഡിപ്പ് വന്നിട്ട് ഈ ഒരു ഡിപ്പിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു ഹ്യൂജ് ഡിപ്പിലോട്ടേക്കായിരിക്കും പോവുക. നിങ്ങൾക്ക് അവിടെ നല്ലൊരു ലോസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഓക്കെ, അടുത്ത എങ്ങനെയാണ് പറഞ്ഞാൽ നമുക്ക് റേസിംഗ് വെഡ്ജാണ് വന്നിരിക്കുന്നത്. റേസിംഗ് വെഡ്ജിൽ എങ്ങനെയാണ് പറഞ്ഞാൽ ആ ടോക്കൺ പമ്പിംഗ് ആയിരുന്നു. പമ്പിംഗ് ആയിട്ട് ആ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസിലും തട്ടി കുറേ പ്രാവശ്യം തട്ടി ഏകദേശം അവർ കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടെ കോയിൻസൈഡ് ചെയ്തതിൽ പിന്നെ അടുത്തത് നമ്മുടെ ആ ഒരു ടോക്കൺ നല്ലൊരു ഡിപ്പിലോട്ടേക്കായിരിക്കും പോവുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 11 ഗ്രാഫ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 12ാമത്തെ ഗ്രാഫ് ഫോളിംഗ് വെഡ്ജാണ്. ഫോളിംഗ് വെഡ്ജ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോയിൻ നമ്മുടെ ഇതേപോലെ തന്നെ ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടും ഉണ്ട്. സപ്പോർട്ടിലും റെസിസ്റ്റൻസും തട്ടി ഏകദേശം ഇവിടെ കോയിൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു ടോക്കൺ പമ്പാകാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 12 ഗ്രാഫ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളാണ്. നിങ്ങൾക്ക് പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് കാണുക. ഓക്കെ, ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിനാൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോക്കൺ എടുക്കാം. ഓക്കെ, ഏത് ടോക്കൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഡോജ് സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡോജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡോജ് സെലക്ട് ചെയ്ത് ടോപ്പിൽ 4 അവേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 4 അവറിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു ടോക്കൺ ഹൈപ്പ് കയറാൻ പോകുന്നത്. ഈ ഒരു ചാർട്ടിൻ്റെ പേര് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, സിമ്മട്രിക്കൽ ട്രയാങ്കിൾ. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. ഏറ്റവും താഴത്തുനിന്നായിരുന്നു ഈ ഒരു ടോക്കൺ വന്ന് നമ്മുടെ ഡോജി കയറി വരുമായിരുന്നു. ആ ഒരു സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും തട്ടി ആ ഒരു ഡോജ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് കയറിയത് പമ്പിങ്ങിലോട്ടേക്കാണ്. ഇത് സെയിം ഫിഗർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. സെയിം ഏറ്റവും താഴത്തുനിന്നായിരുന്നു നമ്മുടെ ഡോജ് വന്നത്. പിന്നെ ഒരു സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും തട്ടി ഡോജ് കളിച്ചു, ജസ്റ്റ് മേലെ കയറി പമ്പായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഇനി വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരാം. വേറെ ഏത് എക്സാമ്പിൾ എടുക്കാൻ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡോട്ട് എടുക്കാം. ഓക്കെ, ഡോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഡോട്ട് നമ്മളെ സെയിം ഫിഗർ. ഓക്കെ, നമ്മൾ ഡോജി കണ്ട അതേ ഫിഗർ ഏറ്റവും താഴത്തുനിന്ന് പമ്പായി വരികയാണ് ടോക്കൺ. പമ്പായി വന്നിട്ട് നോക്കാൻ സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും തട്ടി ലാസ്റ്റ് ഇവിടെ വന്നിട്ട് പിന്നെ നല്ല രീതിക്ക് പമ്പാകാണ് നമ്മുടെ ഈ ഒരു ടോക്കൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 4 അവേഴ്സിൻ്റെ ഗ്രാഫ് എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു റീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഏതൊരു ടോക്കണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിഗ്നൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് ഈ ഒരു ഗ്രാഫ് റീഡിങ് തന്നെയാണ് ചെയ്യുക. അല്ലാണ്ട് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള എബിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല ഏത് ടോക്കണാണ് അടുത്ത പമ്പാകുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ പറഞ്ഞ ഈ ഒരു പ്രൊസീജിയറിൽ നിങ്ങൾ ഗ്രാഫ് റീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഉറപ്പുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ
നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഗുഡ് ബൈ.